അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിൽ സത്യവിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ വിശ്വാസികളാണല്ലോ, മുഅ്മിനുകളാണ്. എന്താണ് മുഅ്മിനുകളെന്ന് പറഞ്ഞാൽ? ഈമാനുള്ളവർ. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുക, വിശ്വസിക്കുക. അപ്പോൾ ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടുന്ന വിശ്വാസകാര്യങ്ങൾ അത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട അമലാണ്, പ്രവൃത്തിയാണ്. ഹൃദയം കൊണ്ട് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട അമലാണ് സത്യവിശ്വാസം എന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഇതിൻ്റെ ഒരു ഫദ്ല് നമ്മൾ മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കുറഞ്ഞ് ഒരു വേള പറ്റെ ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ ഈമാനിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വിശ്വാസത്തിലും കടന്നുകൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഈമാൻ കാര്യങ്ങൾ അത് 6 കാര്യങ്ങളും അതിനു പുറമെ പഠിപ്പിക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ശരിയായ നിലക്ക് വിശ്വസിക്കലും അത് പഠിച്ച് മനസ്സിലാക്കലും ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 177 കാണാം, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളില്ലാതെ നാം ഖിബലയുടെ നേരെ തിരിയുന്നു അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെ തിരിയുന്നു എന്നതിന് പ്രാധാന്യമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാകിന്നൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ, നോക്കൂ, വലാകിന്നൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ. പുണ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ വന്ന വൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം, ഇങ്ങനെ വിശ്വാസകാര്യങ്ങളായി പഠിപ്പിക്കപ്പെട്ടതൊക്കെ ശരിയായ നിലക്ക് പഠിച്ച് മനസ്സിൽ ഉൾക്കൊള്ളൽ ഏറ്റവും വലിയ പുണ്യമാണ്. അള്ളാഹു അതുകൊണ്ടാണ് തുടങ്ങിയത്, ഈമാൻ കൊണ്ടാണ് തുടങ്ങിയത്. പിന്നെയാണ് നമസ്കാരത്തെ സംബന്ധിച്ചും സക്കാത്തിനെക്കുറിച്ചും സദഖയെക്കുറിച്ചും മറ്റു പുണ്യങ്ങളെക്കുറിച്ചും പറയുന്നത് ഈ ഈമാനിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്തരമായ പുണ്യമേറിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സത്യവിശ്വാസം അതേതൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് എന്ന് കൃത്യമായി പഠിച്ച് അത് മനസ്സിലിങ്ങനെ പുതുക്കലാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഒരിക്കൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ഖാല അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ഏറ്റവും നല്ല സൽക്കർമ്മം. പലപ്പോഴും നാം അതൊരു അമലായി കാണുന്നു തന്നെയില്ല. അത് ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെയല്ലേ, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതിന് ഒരു പ്രത്യേക അമലായി പലപ്പോഴും നാം കാണുന്നില്ല. എന്നാൽ അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ റബ്ബിലുള്ള വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. പിന്നെയാണ് പറഞ്ഞത് വൽ ജിഹാദു ഫീ സബീലിഹി, പിന്നീട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അപ്പോൾ അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും അഫ്ളലായ അമലാണ്. അത് ശരിക്കും നാം പഠിച്ച് മനസ്സിലാക്കണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി റളിയല്ലാഹു തആല അൻ, അദ്ദേഹം ഒരിക്കൽ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്, ഇസ്ലാമിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, അതിനെക്കുറിച്ച് വേറൊരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം സമഗ്രമായൊരു മറുപടി നൽകണമെന്ന് പറഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി? ഖുൽ ആമൻതു ബില്ലാഹ്,
പറയുക ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മസ്തഖിം, എന്നിട്ട് നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്യുക. അപ്പോൾ 2 പാർട്ടാണ് പറഞ്ഞത്. ഒന്ന് ജീവിതം നേരെ ചൊവ്വെ ജീവിക്കുക, അതിൻ്റെ പകുതി എന്താണ്? അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിൻ്റെ ശരിയായ മുറപ്രകാരം അള്ളാഹുവിലും വിശ്വാസകാര്യങ്ങളിലും വിശ്വസിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് വസിയ്യത്ത് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ ഫഅത്ബിഅഹാ ഹസനതൻ തംഹുഹാ, നിനക്കൊരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ ഒരു നന്മ ചെയ്യുക, ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അമിനൽ ഹസനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറയപ്പെട്ട ഹസനാത്തുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ അഫ്ളലുൽ ഹസനാത്ത്, ഹസനാത്തുകളിൽ ഏറ്റവും അഫ്ളലായത് കലിമത്തു തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. തൗഹീദ് പഠിക്കലാണ്, പഠിച്ചു പറയലാണ്. അത് സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈമാനിനെ അതിൻ്റേതായ ഒരു ഗൗരവത്തിൽ കാണാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. മാത്രമല്ല, ആ ഈമാൻ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോലെ ആവാൻ പാടുണ്ടോ? പാടില്ല. പിന്നെയോ അതിന് വ്യക്തമായ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബിയിൽ നിന്നും സ്വഹാബികൾ എങ്ങനെയാണോ ഈമാനിനെ മനസ്സിലാക്കിയത് അതുപോലെ ആയിരിക്കണം. സൂറത്തുൽ ബഖറയിലും അതേപോലെ തന്നെ സൂറത്തു ആലി ഇമ്രാനിലുമെല്ലാം കാണാം. അതിൽ സൂറത്തുൽ ബഖറയിലെ 2 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 136, 137. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖൂലു, നിങ്ങൾ പറയണം. ഇത് നമ്മുടെ പ്രഖ്യാപനമാണ്. എന്താണ്? ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയണം, ഖുർആനിൽ വിശ്വസിച്ചു എന്ന് പറയണം. ഇബ്രാഹിം നബിക്ക്, ഇസ്മായിൽ നബിക്ക്, ഇസ്ഹാഖ് നബിക്ക്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ സന്താന പരമ്പരകൾക്കൊക്കെ നൽകപ്പെട്ടതിൽ വിശ്വസിച്ചു എന്ന് പറയണം. മൂസാ നബിക്ക് നൽകപ്പെട്ടതിൽ വിശ്വസിച്ചു എന്ന് പറയൂ. ഈസാ നബിക്ക് നൽകപ്പെട്ടതിൽ വിശ്വസിച്ചു എന്ന് പറയൂ. വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്ന് എത്ര നബിമാർ ലോകത്ത് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ നൽകപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാനാണ് പറയുന്നത്, പ്രഖ്യാപിക്കാനാണ്. ഈമാൻ അത് നമ്മുടെ പ്രഖ്യാപനമാണ്. ഒരാളിലും ഞങ്ങൾ വിവേചനം കാണിക്കുന്നില്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. ഫഇൻ ആമനു, അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഏതുപോലെ? ബിമിസ്ലിമ ആമൻതും ബിഹി, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം? സ്വഹാബികളുടെ ഈമാൻ. അങ്ങനെ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർക്ക് സന്മാർഗം കിട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്നാണോ പഠിപ്പിച്ചത്? അള്ളാഹുലും മലക്കുകളിലും പരലോകത്തിലും വേദഗ്രന്ഥങ്ങളിലും ഖദറിലുമൊക്കെ എങ്ങനെ വിശ്വസിക്കണമെന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്? സ്വഹാബികളൊക്കെ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അസ്മായിലും അള്ളാഹുവിൻ്റെ സിഫാത്തിലുമൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ചത്, ആ മൻഹജിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ വിശ്വസിക്കണമെന്ന കാര്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു.